റോമില താപ്പറിനെ പോലെ, പ്രഭാത് പട്നായിക്കിനെ പോലെ ഒരുപാട് പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്ന സ്ഥലം ഇന്ന് ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി പ്രവേശനം ലഭിക്കുന്ന ഒരു സാധാരണ സർവകലാശാലയായി ജവഹർലാൽ നെഹ്റു സർവകലാശാല പോയി. ആ സർവകലാശാലയുടെ ഒരു പതനം എങ്ങനെയായിരുന്നു? ഒരു RSS അനുഭാവിയായ ഒരു വൈസ് ചാൻസലറെ നിയമിക്കുന്നു. അവിടുത്തെ എല്ലാ ശിഖരങ്ങളും, ആ സർവകലാശാലയുടെ എല്ലാ ശിഖരങ്ങളും വെട്ടിമാറ്റുന്നു. 2020 ഫെബ്രുവരി മാസത്തിൽ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അതായത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഒരു കൂട്ടം ഗുണ്ടകളിറങ്ങി അവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അടിച്ച് നിരത്തുകയാണ്. എല്ലാ ഹോസ്റ്റലുകളും കയറി അവിടെ വലിയ അക്രമം സൃഷ്ടിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾക്കെതിരെ ഇന്ന് ഒരു നടപടി എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഈ അക്രമത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണ്ടകൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഡൽഹി പോലീസ് എടുത്തിട്ടുണ്ടോ? ഇന്ന് അതിൻ്റെ ഒരു അവസാനം എന്താണ്? ജവഹർലാൽ നെഹ്റു സർവകലാശാല ഇവിടെ എത്തി നിൽക്കുന്നു. ഇന്ന് QS റേറ്റിംഗ്, അതായത് അന്താരാഷ്ട്ര സർവകലാശാലകളുടെ റേറ്റിംഗിൽ പണ്ടൊക്കെ ജവഹർലാൽ നെഹ്റു സർവകലാശാല, ഡൽഹി യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജാമിയ മില്ലിയ സർവകലാശാല ഇതൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇന്ന് ഈ സർവകലാശാലകളൊന്നും തന്നെ ഈ ഒരു റേറ്റിങ്ങിൻ്റെ ഭാഗമേ അല്ല. പകരം IITകൾ വരുന്നു, IIMകൾ വരുന്നു. അപ്പോൾ ഈ രാജ്യത്ത് എത്ര കുട്ടികൾക്ക് IITകളിലും IIMകളിലും പഠിക്കാൻ പറ്റും? എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവില്ല, ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവില്ല. അപ്പോൾ ഈ ആർട്സ് കോളേജുകളുടെയൊക്കെ അവസ്ഥ എന്താണ്? അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗമാകെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെടുന്നൊരു ഗൗരവമായ വിഷയമുണ്ട്.